Yeah, last. അപ്പൊ ഇതാണ് സ്നേഹിതന്മാരെ നമ്മുടെ ബ്ലാസ്റ്റ് ചെയ്തതിന് ശേഷം തുരങ്കപാതയുടെ എൻട്രൻസ് ഇങ്ങനെയാണ് കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ വയനാട്ടിൽ എത്തിപ്പെടുമെന്നുള്ള അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ്. സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന വർക്കായ വയനാട് കോഴിക്കോട് തുരങ്കപാതയുടെ സ്വിച്ച് ഓൺ കർമ്മ കേട്ടോ. ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മമാണ് ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. അതാ അവിടെയാണ് നമ്മുടെ തുരങ്കപാതൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ആനക്കാമ്പൊയിൽ ഭാഗത്താണ്, മറിപ്പുഴ ഭാഗത്ത് അവിടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബ്ലാസ്റ്റിംഗ് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ നോട്ടം ടെക്നോളജി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അവിടേക്ക് എന്തായാലും പ്രവേശനമില്ലെന്ന് തോന്നുന്നു. നമുക്ക് മെല്ലെ ഒന്ന് കുറച്ചൊന്നോട്ട് പോയി നോക്കാം. 2 ടണലും വരുന്നത് അവിടെ കേട്ടോ. ഇവിടെ എഞ്ചിനീയർമാരും അതിൻ്റെ ദിലീപ് ബിൽഡ്കോണിൻ്റെ എല്ലാ ജോലിക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും അതിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്, റോഡുകളൊക്കെ ക്ലിയർ ആക്കിയിട്ട്. അത് ആ ഭാഗമാണ് സ്വിച്ച് ഓൺ കർമ്മം നടക്കാൻ പോകുന്നത്. അവിടുന്ന് കാണാം കേട്ടോ. അവിടെ കയറിയിട്ട് നമുക്ക് ആ സമയത്ത് കറക്റ്റ് വീഡിയോ എടുക്കാൻ, ലൈവ് എടുക്കാൻ പറ്റുമോ അറിയില്ല. ഇവരൊക്കെ ദിലീപ് ബിൽഡ്കോണിൻ്റെ വലിയ വലിയ ആളുകളാണ്. ഇതില്ലേ? ഓക്കെ, ബിൽഡ്കോണിൻ്റെ മെയിൻ ആളുണ്ടോ? ഓക്കെ, അത് കൊങ്കൺ പാതൻ്റെ ഒരു മെയിൻ ആളാട്ടോ. അതാണ് കാര്യമായിട്ടുള്ള എല്ലാ മെയിൻ ആളുകളും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ തലയിൽ മാത്രം തൊപ്പിയില്ലല്ലോ. തൊപ്പി ഒന്നും കിട്ടില്ല. നമ്മളേതായാലും അങ്ങോട്ട് പോകുന്നില്ല. എന്താ അവിടെ ആ ബലൂണ് വെച്ചില്ലേ, അവിടെ കേട്ടോ സംഭവം ഫസ്റ്റ് പ്ലാസ്റ്ററിങ് നടക്കാൻ പോകുന്നത്. ഒരു തുരങ്കപാത ഈ രണ്ടാമത്തെ പാത ഈ ഭാഗത്തൊക്കെ ആയിരിക്കും കേട്ടോ. അവർ എടാ അതിൻ്റെ മുകളിലൊക്കെ അവർ ഷോർട്ട് ക്ലീറ്റിൻ്റെ വർക്കൊക്കെ ചെയ്ത് അതിനെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയൊരു ലൂസായ ഏരിയ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മുടെ ടിൻ ടണൽ അങ്ങനെ പോകുന്നത് കേട്ടോ. ഏതായാലും ഉദ്ഘാടനം കഴിയട്ടെ. പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരിക്കലും ആർക്കും ഇതിൻ്റെ മുമ്പിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് ഒരിക്കലും പറ്റില്ല. അവിടുന്ന് ശരിക്കും അവിടെ ഒരു സ്ക്രീനുണ്ട് ആ ഒരു സ്കൂളിൻ്റെ മുന്നിൽ, അവിടെ പോയിട്ട് എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ കറക്റ്റ് പ്ലാസ്റ്ററിങ്ങിൻ്റെ കാണാം. ഒക്കെ ക്യാമറ ഒക്കെ ഇവിടെ ആണെങ്കിൽ സെറ്റ് ചെയ്തത്. ക്യാമറ ഒക്കെ അതിൻ്റെ മുന്നിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാറ വന്ന് ക്യാമറൻ്റെ നേരെ വീഴുകയാണെങ്കിൽ ക്യാമറക്കും പണി കിട്ടും. ഇതാണ് കേട്ടോ നമ്മുടെ മറിപ്പുഴ ഏരിയ, അതായത് നമ്മുടെ ഇരവഴിഞ്ഞിപ്പുഴ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ മലകളൊക്കെ അങ്ങോട്ട് തുടങ്ങണം കേട്ടോ. വയനാടൻ മലകളും അതുപോലെ നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ഭാഗം കേട്ടോ. കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഭാഗം കോഴിക്കോടിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് 5 കിലോമീറ്ററാണ് നമ്മുടെ വയനാട് ഭാഗം വരുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആൻഡ് ദിലീപ് ബിൽഡ്കോൺ വെൽക്കം ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് മുഖ്യമന്ത്രിക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള ബോർഡാണ്. സംഭവം കൊങ്കൺ പാതൻ്റെ ഐഡിയ കേട്ടോ. അത് പണിയെടുക്കുന്നത് നമ്മുടെ ബിൽഡ്കോൺ എന്ന് പറഞ്ഞ കമ്പനിയും. അതാണ് ഇതിൻ്റെ കറക്റ്റ് വർക്ക്. അതുപോലെ ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്, അത് പുനിയ എന്ന് പറഞ്ഞ കമ്പനിക്കാണ് സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇവിടെ ബ്ലാസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഈ ഭാഗത്ത് ആരും നിൽക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ അവർ സ്വിച്ച് ഓൺ കർമ്മത്തിന് മുമ്പായിട്ട് അവരൊക്കെ ഒന്ന് അവിടെ നിൽക്കുകയാണ് തൽക്കാലം. ആളുകൾ അങ്ങോട്ട് പറഞ്ഞേക്കാതിരിക്കാനൊക്കെ ആയിട്ട് അവിടുന്ന് അങ്ങോട്ടൊക്കെ മാറി നിൽക്കലായിരിക്കും. ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ മെഷീൻ, ഹോൾസ് ഇട്ട മെഷീനൊക്കെ അവിടുന്ന് മുമ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഉണ്ട്. നമുക്കത് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അവിടേക്ക് പോയിട്ട്. ഏതായാലും ഈ തുരങ്കപാത വർക്ക് തുടങ്ങിയതിന് ശേഷം ഇവരുടെ ഈ സൈറ്റിലേക്ക് കയറാൻ പറ്റി ഇപ്പോഴാട്ടോ. അവിടെയാണ് അവരുടെ ബാക്കിയുള്ള ഏരിയകളൊക്കെ. ഫയർ സർവീസ് എല്ലാം ഇവിടെ സെറ്റാട്ടോ. ഒന്ന് കയറി നോക്കാം. സ്വിച്ച് ഓൺ കർമ്മം നടക്കുന്ന ഏരിയയിലേക്ക് നമുക്ക് മുന്നിൽ പോയി നോക്കാം കേട്ടോ. ഇവിടെ എല്ലാം ഓക്കെയാണ്.
മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി ഇതാ നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിനായി ഇത്രയും ബഹുമാനായിട്ടുള്ള മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ അവർ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ ഒരു വേദിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. നിറഞ്ഞ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് എല്ലാവരും ദയവായി റെഡിയായി നിൽക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനായ CM ഈ ഒരു വേദിയുടെ ഭാഗമായിട്ടുണ്ട്. ആദ്യമായി തന്നെ കൊങ്കൺ റെയിൽവേ എഞ്ചിനീയേഴ്സ് കോൺട്രാക്ടേഴ്സ് പ്രതിനിധികളെ അദ്ദേഹം പരിചയപ്പെടുന്നു. ആൻഡ് ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീ ദിവാകർ ജോഷി അദ്ദേഹത്തിന് ബൊക്ക നൽകിക്കൊണ്ട് ഈ ഒരു വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ഇത്രയും സ്നേഹപൂർവ്വം, ഇത്രയും ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ മുഖ്യ ജനനായകൻ ശ്രീ പിണറായി വിജയൻ അവർ. കേരള സർക്കാരിന്റെ ഭരണകാലത്ത് ഏറ്റവും വലിയ നാഴികക്കല്ലുകൾ ഒന്നായിരിക്കുന്ന തുരങ്കപാത നിർമ്മാണം, അതിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിനായി അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം വേദിയിൽ ഉപവിഷ്ടനാവുകയാണ്. നമുക്കറിയാം, കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി പദ്ധതിയോടനുബന്ധിച്ച് ആലക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം, അതിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം ഇന്ന് മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഒരുപാട് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ ഒരു വേദിയുടെ ഭാഗമായിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പൊതുജനങ്ങളും ഈ ഒരു വേദി 10 മിനിറ്റിനുള്ളിൽ വയനാട്ടിൽ എത്തിപ്പെടുമെന്നുള്ള അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്നും ഈ കേരളം കൂടുതൽ അടുത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇതിൻ്റെ പ്രതിഫലനം വളരെ പോസിറ്റീവായി ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ ഇരട്ട തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം നമ്മുടെ മുഖ്യമന്ത്രി ഇതാ നിർവഹിക്കാൻ പോവുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം 3 സൈറൺ മുഴങ്ങും. 3ാമത്തെ സൈറൺ കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലാസ്റ്റിംഗ്. ഇതാണ് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ ബ്ലാസ്റ്റിംഗ് സമയത്തുണ്ടാവുക. എല്ലാവരും നിശബ്ദരായി നിൽക്കട്ടോ. സംഭവം 3ാമത്തെ സൈറൺ മുഴങ്ങാറായി. ഏതായാലും ഇവിടുത്തെ എഞ്ചിനീയർമാരും ഒക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ജോലിക്കാരെല്ലാവരും ഹാപ്പി ആയിരുന്നു. കറക്റ്റ് അവർ വിചാരിച്ചതുപോലെ തന്നെ പൊട്ടിയിരിക്കുന്നു. അടിപൊളി. അതാണ് നമ്മുടെ തുരങ്കപാതയിലെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മുത്തപ്പൻപുഴ സ്കൂളിൻ്റെ അവിടുന്ന് പടകം പൊട്ടുന്ന ഒച്ച കേൾക്കാം കേട്ടോ. ഏതായാലും നമുക്ക് പൊട്ടിയ ഭാഗത്തേക്ക് ഇനി പോകാൻ കഴിയുമോ എന്ന് നോക്കാം. എല്ലാവരുടെയും പിന്തുണയാണ് ഈ വർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവരുടെ താമസ സ്ഥലത്തിൻ്റെ ഏരിയൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ. ഇവിടുന്ന് എന്താ രസം കാണാൻ. അങ്ങോട്ടൊക്കെ മലനിരകളും അഗാധമായ ഗർത്തങ്ങളൊക്കെ ആയിട്ട് നല്ല ഹരണ്ട് കാണാൻ.
നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റിൻ്റെ നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ സൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അടിപൊളി കാറ്റും ഒക്കെ ഉണ്ട്. ഉഷാറ് സ്ഥലം തന്നെ. പണിക്കാർക്കൊക്കെ നല്ല തണുപ്പാട്ടോ അവിടെ. അവർക്ക് രാത്രി എന്തായാലും ഇവിടെയൊക്കെ താമസിക്കാൻ നല്ല ഉഷാറായിട്ട് താമസിക്കാം. പുറത്തൊന്നും വേണ്ട. ഇപ്പം നോർമൽ കൂളിംഗ് ആണ്. ആ കൂളിംഗ് കാലാകാലം അവിടെ ഉണ്ടാവും. ജോലിക്കാരൊക്കെ എഞ്ചിനീയർമാരൊക്കെ നമ്മുടെ തുരങ്കപാതയുടെ നേരെ ഒന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ തുരങ്കപാത ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി തുളച്ച നമ്മുടെ ബൂമർ മെഷീനാട്ടോ. 2 അതാ തുളകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ റെസ്റ്റിലാട്ടോ. അപ്പോൾ ഇതാണ് സ്നേഹിതന്മാരെ നമ്മുടെ ബ്ലാസ്റ്റ് ചെയ്തതിന് ശേഷം തുരങ്കപാതയുടെ എൻട്രൻസ് ഇങ്ങനെയാണ് കേട്ടോ. ഇതെങ്ങനെ ബ്ലാസ്റ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇവിടെ എത്തിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് തൊട്ടടുത്തെത്തി കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഈ ഒരു കമ്പി അവർ കെട്ടിയിരിക്കുന്നത് ഇവർ താൽക്കാലികമായിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ, ഇവിടെ ഒരു ബലൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ഹോൾസ് പോകുന്നില്ല കേട്ടോ. ആ ഹോൾസാണ് ഫുള്ള് ഓൾറൗണ്ട് ഒരു 100 ഹോൾസോളം ഉണ്ടാവും. അത്രയും ഹോൾസ് ഇട്ടിട്ടാണ് ഇവിടെ നല്ലൊരു ബ്ലാസ്റ്റിങ് ഒരേ സമയത്ത്, നിങ്ങൾ കണ്ടില്ലേ, ഒരേ സമയത്ത് ബ്ലാസ്റ്റിങ് നടന്നത്. അതിൽ ഏകദേശം എത്ര പാറ കൊണ്ട് പോകുന്നുണ്ടാവും ഞാൻ പറഞ്ഞുതരാം. പാറ എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരൊറ്റ ബ്ലാസ്റ്റിങ്ങിൽ പോകുന്നത്. ഒരു നമ്മുടെ നിസാലിൽ ലോഡ് വരിക എന്നുണ്ടെങ്കിൽ ഒരു 6 ലോഡ് പാറ അതിൽ നിന്ന് പോകുന്നുണ്ടാവും കേട്ടോ ഒറ്റ ബ്ലാസ്റ്റിങ്ങിൽ. അടിപൊളി. ബാക്കിയുള്ള പാറകളൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തുടക്കത്തിലുള്ള പാറ ഇങ്ങനെ ഒരു ഇളകിയൊരു പാറ തന്നെ കേട്ടോ. ഇവിടെയൊക്കെ അത് ഇനി ഇവിടുന്ന് മാറ്റുന്ന പണികൾ. ഇവർക്ക് റെസ്റ്റില്ല. ഇവരിവിടെ വർക്ക് ആരംഭിച്ച് കഴിഞ്ഞു. അതാണ് നമ്മുടെ ബിൽഡിക്കോൺ എന്ന കമ്പനി ഇവിടെ വർക്ക് ആരംഭിച്ച് കഴിഞ്ഞു. പാറകളൊക്കെ മാറ്റുന്ന ജോലികൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തു പോയി. ഞാൻ വരാൻ നേരെ വൈകിട്ടോ. അതാണ് ഈ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ എത്തിയത്. ഏതായാലും അടിപൊളി മാധ്യമങ്ങളില്ല. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ജനപ്രതിനിധികളും അതുപോലെ എഞ്ചിനീയർമാരെക്കാട്ടി കൂടുതൽ മാധ്യമങ്ങളായിരിക്കും ഇവിടെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടാകുക. ഇതാണ് നമ്മുടെ തുരങ്കപാത. ഇനി ഇതൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റായ അടിപൊളിയല്ലേ, സൂപ്പർ. ഈ കാണുന്ന ഇത്രയും ഭാഗവും ഹൈറ്റ് ഏകദേശം ഒരു 15 അടി 14 അടി ഹൈറ്റൊക്കെ ഉണ്ടാവും താഴത്തുനിന്ന്. പക്ഷെ കുറച്ചുകൂടി താഴത്തായിരിക്കും ഇതിൻ്റെ കറക്റ്റ്. സംഭവം ഞാൻ പറഞ്ഞ 6 ലോഡ് കഴിഞ്ഞില്ല കേട്ടോ. അവിടെ അടിയിലൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അവർ പൊടിച്ചെടുക്കുന്നുണ്ട്. പൊട്ടി കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു 5-8 ലോഡ് നിസാലിൽ ഒരൊറ്റ പൊട്ടിക്കലിന് പാറ കൊണ്ട് പോകുന്നുണ്ടാവും. ഓക്കെ. അതുപോലെ ഇത് ഒരു ദിവസം 8 മീറ്റർ ഇത് തുളയ്ക്കാമെന്നാണ് പറഞ്ഞത്. കറക്റ്റ് 24 hours വർക്ക് പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ 8 മീറ്റർ കറക്റ്റ് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 തുരങ്കപാത അവിടുന്ന് ഇങ്ങോട്ടും അത് നോക്കണ്ടല്ലോ. നമുക്ക് 8 കിലോമീറ്റർ ദൂരത്തിൽ 8.1 കിലോമീറ്റർ ദൂരത്തിലുള്ളത് 8 മീറ്റർ എന്ന് പറയുമ്പം 10 ദിവസം കൊണ്ട് 80 മീറ്റർ. ഓക്കെ. അപ്പോൾ 100 ദിവസം കൊണ്ട് 800 മീറ്റർ. ഓക്കെ. അങ്ങനെ 100 ദിവസം 1000 ദിവസം വരുമ്പം 1000 ദിവസം വരുമ്പോൾ എത്രയായി? 8 കിലോമീറ്റർ ആയില്ലേ? ഓക്കെ. കറക്റ്റ്. 1000 ദിവസം തന്നെ 3 കൊല്ലം കഴിട്ടോ. 3 കൊല്ലമാകും. 3 കൊല്ലം. അതും 3 കൊല്ലം കൊണ്ട് ഏകദേശം ഇതിൻ്റെ തുരങ്കപാത തുളച്ച് കഴിയാൻ സാധ്യതയുണ്ട്. പിന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ കൂടി കഴിഞ്ഞാൽ 4 കൊല്ലം കൊണ്ട് ഇത് തീരുന്നാട്ടോ അവിടെ സംസാര വിഷയം കേൾക്കാൻ കഴിഞ്ഞത്. ഏതായാലും വേണ്ടിയില്ല സ്നേഹിതന്മാരെ. അടിപൊളി. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന വർക്ക് ഉഷാറായിട്ട് നടക്കട്ടെ. ഒരു അപകടമൊന്നുമില്ലാതെ പൂർത്തിയാകട്ടെ. പൂർത്തിയായി കഴിഞ്ഞ് ഇതിലെ യാത്ര ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് എല്ലാവർക്കും സഫലമാകട്ടെ. ഈ കുന്നിൻ്റെ ഈ മല ഉണ്ടല്ലോ, ഇതിൻ്റെ ചുവട്ടുനിന്ന് നോക്കുമ്പോൾ വേറെ ലെവലാട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ കൂടിയല്ലേ പോകാനുള്ളേ. അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ തുരങ്കപാതയുടെ വിശേഷങ്ങൾ കേട്ടോ. ഏതായാലും വർക്കുകൾ ഉഷാറായിട്ട് നടക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.